അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധ റമളാൻ മാസത്തിന്റെ 4-ാമത്തെ പകലിലാണ് നാം ഉള്ളത്. ഈ റമളാൻ മാസത്തിന്റെ പ്രത്യേകതകളിൽ വളരെ ഒരു വലിയ പ്രത്യേകതയാണ് വിജ്ഞാനം തേടി ഓരോ സത്യവിശ്വാസികളുടെയും വിജ്ഞാനത്തിനു വേണ്ടിയിട്ടുള്ള അവരുടെ ഓട്ടവും. റമളാൻ മാസമാണ് മറ്റ് മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ അറിവുകൾ പഠിക്കാനും ഖുർആൻ പാരായണവും ഖുർആൻ പഠനവും അവരുടെയൊക്കെ ജീവിതത്തിൽ കൂടുതൽ മറ്റ് മാസങ്ങളിൽ നിന്ന് കൂടുതലായി കാണപ്പെടുന്നത് റമളാൻ മാസത്തിലാണ്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ ബനു ഇസ്രയേലിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം വിജ്ഞാനദാഹിയാണ്. അദ്ദേഹം വിജ്ഞാനം തേടി യാത്ര ആരംഭിച്ചു. ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തു. പഠിച്ച് അദ്ദേഹം ഏകദേശം 80 പെട്ടികൾ നിറയുന്ന രീതിയിലുള്ള വിജ്ഞാനം കരസ്ഥമാക്കി. അദ്ദേഹം ശേഖരിച്ച അറിവുകൾ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ 80 പെട്ടികളിലാക്കി സൂക്ഷിക്കാൻ കഴിയുന്നത്രയും വിജ്ഞാനം അദ്ദേഹം കരസ്ഥമാക്കി. ഖേദകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ വിജ്ഞാനം കൊണ്ട് അദ്ദേഹത്തിന് യാതൊരുവിധ ഉപകാരവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കഴിഞ്ഞുപോയ സമയങ്ങളിൽ അദ്ദേഹത്തിന് നഷ്ടബോധമുണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യം. ആ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ ഒരു പ്രവാചകന് ദിവ്യ വെളിപാടുണ്ടാകുന്നു. അദ്ദേഹത്തോട് പറയണം, നീ 80 പെട്ടിയല്ല, ഈ ഭൂമി ലോകം മുഴുവനും അറിവ് ശേഖരിച്ചാൽ പോലും നിനക്കത് പ്രയോജനം ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വളരെ കൃത്യമായി നീ പിൻപറ്റിയിരിക്കണം. അതിൽ ഒന്നാമത്തേത്, നീ ഒരിക്കലും ദുനിയാവിനെ മോഹിക്കുന്നവനാകരുത്. ദുനിയാവിന്റെ ശീതളിമയിൽ, ദുനിയാവിന്റെ പച്ചപ്പിൽ അതിലേക്ക് കൂടുതൽ ആകൃഷ്ടനാകുന്ന രീതിയിൽ ഒരിക്കലും നീ ജീവിക്കരുത്. കാരണം ഫലൈസ ബിദാരിൽ മുഅ്മിനീൻ, അതൊരു സത്യവിശ്വാസിക്ക് ചേർന്ന ഭവനമല്ല. ദുനിയാവ് വേണ്ട എന്നല്ല, മറിച്ച് പ്രയോറിറ്റി ആഖിറത്തിന് കൊടുക്കുകയും ദുനിയാവ് താൽക്കാലികമാണ്, നശ്വരമാണ് എന്നൊരു ബോധം ഉണ്ടാവുകയും വേണമെന്നാണ്. ദുനിയാവ് ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ചേർന്ന ഭവനമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദുനിയാവിനെ മോഹിക്കുന്നവനായി നീ മാറരുത്. രണ്ടാമത് പറഞ്ഞ ഉപദേശം, നീ പിശാചിനെ കൂട്ടുകാരനാക്കരുത്. കാരണം പിശാച് ലൈസ ബി റഫീഖിൽ മുഅ്മിനീൻ, അതൊരു സത്യവിശ്വാസിയുടെ സഹപ്രവർത്തകനോ സഹവാസിയോ കൂട്ടുകാരനോ ഒന്നുമല്ല. ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ചേർന്നവനല്ല പിശാച്. അതുകൊണ്ട് ഒരിക്കലും നീ പിശാചിനെ അനുസരിക്കരുത്, അവനോട് സഹവാസം അരുത് എന്ന് ആ പ്രവാചകനിലൂടെ അല്ലാഹു തആല ആ മനുഷ്യന് സന്ദേശം കൊടുക്കുകയാണ്. മൂന്നാമതായി മഹാനായ പ്രവാചകൻ ആ വ്യക്തിയോട് പറഞ്ഞത്, നീ ഒരാളെയും ഉപദ്രവിക്കരുത്. ലാ തുഉദി അഹദൻ, ഒരാളെയും നീ ഉപദ്രവിക്കരുത്. കാരണം ലൈസ ബി ഹുർഫത്തിൽ മുഅ്മിനീൻ, അതൊരു സത്യവിശ്വാസിയുടെ തൊഴിലേ അല്ല. ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല, അവന്റെ തൊഴിലല്ല, അവന് അനുയോജ്യമല്ല. അവൻ ഒരിക്കലും അനുയോജ്യമായ ഒരു കാര്യമല്ല മറ്റൊരാളെ ഉപദ്രവിക്കുക എന്നുള്ളത്. വിശുദ്ധ റമളാൻ മാസത്തിൽ ഈ 3 ഉപദേശങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ വൃദ്ധശുദ്ധിക്ക് വളരെ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ദുനിയാവിനോടുള്ള വിരക്തിയും പിശാചിനെ അകറ്റി നിർത്താനുള്ള വ്യഗ്രതയും ആരെയും ഉപദ്രവിക്കാതെയുള്ള നല്ല സമീപനങ്ങളുമാണ് ഒരു വ്രതത്തിന് ഏറ്റവും അനിവാര്യമായത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 80 പെട്ടിയല്ല, 800 പെട്ടിയല്ല, എന്തെല്ലാം നാം പഠിച്ച് നമ്മുടെ വീട് മുഴുവനും വിജ്ഞാനത്തിന്റെ ഗോഡൌണായി ശേഖരമാക്കി മാറ്റിയാലും ഉപകാരപ്രദമാകണമെങ്കിൽ ദുനിയാവിനോടുള്ള അദമ്യമായ മോഹവും